ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിൽ രണ്ടാം തവണയും മുംബൈ ഇന്ത്യൻസിനെ തകർത്തിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. രണ്ടാം നേർക്കുനേർ പോരാട്ടത്തിൽ 9 വിക്കറ്റിനാണ് രാജസ്ഥാന്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 9 വിക്കറ്റിന് 179 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ രാജസ്ഥാൻ 8 പന്തും 9 വിക്കറ്റും ബാക്കിയാക്കിയാണ് വിജയം നേടിയത്. നായകൻ എന്ന നിലയിൽ സഞ്ജു സാംസന്റെ മികച്ച നീക്കങ്ങൾ മത്സരത്തിൽ കണ്ടു. കഴിഞ്ഞ മത്സരങ്ങളിൽ സഞ്ജു പ്രയോഗിച്ചിരുന്ന തന്ത്രത്തിൽ സഞ്ജു വരുത്തിയ മാറ്റം മുംബൈയെ തകർക്കാൻ രാജസ്ഥാനെ സഹായിച്ചു. സഞ്ജു കഴിഞ്ഞ മത്സരങ്ങളിൽ ബൗളർമാരെ ഉപയോഗിച്ചിരുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഒരു ബൗളറെ ഡെത്ത് ഓവറിലേക്ക് മാറ്റിവെച്ച് എതിരാളികളെ വിറപ്പിക്കുന്നതായിരുന്നു സഞ്ജുവിന്റെ പദ്ധതി. എന്നാൽ മുംബൈക്കെതിരെ സഞ്ജു ഈ തന്ത്രം മാറ്റി. പവർ പ്ലേയിൽ തന്നെ പ്രധാന പേസർമാരെ സഞ്ജു കളത്തിലിറക്കി. സന്ദീപ് ശർമ്മയെ ന്യൂ ബോളിൽ പന്തേൽപ്പിച്ച തീരുമാനം നിർണായകമായി. സന്ദീപ് ശർമ്മ ന്യൂ ബോളിൽ നല്ല സ്വിംഗ് കണ്ടെത്തുന്ന ബൗളറാണ്. ഇത് മനസ്സിലാക്കിയാണ് സന്ദീപിന് സഞ്ജു പന്ത് നൽകിയത്. 2 ഓവർ കൊണ്ട് തന്നെ സന്ദീപ് മുംബൈയുടെ ഹൃദയം തകർത്തു. ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ് എന്നിവരുടെ വിക്കറ്റുകളാണ് സന്ദീപ് പവർ പ്ലേയിൽ വീഴ്ത്തിയത്. പിന്നീട് ഡെത്ത് ഓവറിലേക്ക് 2 ഓവർ ബാക്കി വെക്കുകയും ചെയ്തു. കഴിഞ്ഞ മത്സരങ്ങളിലേതുപോലെ ഒരു ബൗളറെ ഡെത്ത് ഓവറിലേക്ക് മാത്രമായി സഞ്ജു മാറ്റിവെച്ചില്ല. മുംബൈ സന്ദീപ് ശർമ്മയെ ഡെത്ത് ഓവറിലേക്കാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ന്യൂ ബോളിൽ തന്നെ സന്ദീപിനെ ഉപയോഗിച്ച് സഞ്ജു തന്റെ ലക്ഷ്യം നേടിയെടുത്തു. പവർ പ്ലേയിൽ 3 വിക്കറ്റുകൾ നഷ്ടമായ ശേഷം മുംബൈ ശക്തമായ തിരിച്ചുവരവ് നടത്തി. നിഹാൽ വധേരയും 49 റൺസ്, തിലക് വർമ്മ 65 റൺസ് മുംബൈയെ ശക്തമായി തിരികെ കൊണ്ടുവന്നു. എന്നാൽ കൃത്യസമയത്ത് ട്രെന്റ് ബോൾട്ടിനെ തിരികെ വിളിച്ച് കൂട്ടുകെട്ട് പൊളിക്കാനും സഞ്ജുവിന് സാധിച്ചു. 5 ബൗളർമാരെ മാത്രം ഉപയോഗിച്ചാണ് സഞ്ജു മത്സരത്തിൽ ആധിപത്യം നേടിയെടുത്തത്. അവസാന 2 ഓവറിൽ പൊതുവെ റൺ ഒഴുകാറുണ്ട്. എന്നാൽ ആവേശ് ഖാനും സന്ദീപും ചേർന്ന് 9 റൺസാണ് വിട്ടുകൊടുത്തത്. സന്ദീപ് ശർമ്മ 5 വിക്കറ്റുകളുമായി കസറിയതാണ് മുംബൈയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചത്. മുംബൈ ഇന്ത്യൻസ് 7 ബൗളർമാരെ ഉപയോഗിച്ചിട്ടും 1 വിക്കറ്റാണ് വീഴ്ത്താനായത്. ഫീൽഡർമാരുടെ വലിയ പിഴവാണ് മുംബൈയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. 3 ക്യാച്ചുകൾ പാഴാക്കി. മറ്റ് ഫീൽഡിംഗ് പിഴവുകളും നിരവധിയാണ്. നിലവിലെ മുംബൈയുടെ എല്ലാ തീരുമാനങ്ങളും പാളി. ടോസ് നേടിയിട്ടും ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്തത് സഞ്ജുവിനെ പോലും ഞെട്ടിച്ചു. ആദ്യം ബൗൾ ചെയ്യാൻ ആഗ്രഹിച്ച സഞ്ജുവിനെ ഹർദിക് സഹായിക്കുകയാണ് ചെയ്തത്. സഞ്ജു നായകനെന്ന നിലയിൽ പിച്ചിനെ ഗംഭീരമായി മനസ്സിലാക്കുന്നുണ്ടെന്നതാണ് വസ്തുത. ഈ സീസണിൽ ബാറ്റിംഗിൽ സ്ഥിരത കാട്ടാനും സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. മുംബൈക്കെതിരെ 28 പന്തിൽ 38 റൺസാണ് സഞ്ജു നേടിയത്. 2 വീതം 4ഉം 6ഉം ഉൾപ്പെടെയാണ് സഞ്ജു നിറഞ്ഞാടിയത്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശ്രമിക്കാതെ മത്സരത്തിന്റെ സാഹചര്യം അനുസരിച്ച് സഞ്ജു കളിച്ചു. നേരത്തെ കളി തീർക്കാനുള്ള അവസരമുണ്ടായിട്ടും യശസ്വി ജയ്സ്വാളിന്റെ സെഞ്ചുറിക്കായി കാത്തുനിന്നു. നായകൻ എന്ന നിലയിൽ സ്വന്തം കാര്യം മാത്രം നോക്കാതെ യുവതാരങ്ങളെ പിന്തുണയ്ക്കുന്നതിലും സഞ്ജു മിടുക്ക് കാട്ടുന്നു. വരുന്ന മത്സരങ്ങളിലും ഇതേ മികവ് കാട്ടി സഞ്ജുവിന് രാജസ്ഥാനെ കപ്പിലെത്തിക്കാൻ സാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് ഇനി കണ്ടറിയേണ്ടത്.